ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഒരു വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ സോഫ്റ്റും സ്പോഞ്ചിയുമായിട്ടുള്ള നല്ലൊരു കേക്ക് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഈ കേക്കിന് ആവശ്യമായ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, തരിയില്ലാത്ത അരിപ്പൊടി, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് 30 ഗ്രാം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല, ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 പ്രാവശ്യം നന്നായിട്ട് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് 90 ഗ്രാം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പാലും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് 4 മുട്ടയുടെ വൈറ്റും യോക്കും സെപ്പറേറ്റ് തിരിച്ചിട്ടുണ്ട്. വൈറ്റിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങനീര് അല്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ആയാലും ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടയുടെ വൈറ്റ് നന്നായിട്ട് ഒരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 90 ഗ്രാം പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് എടുത്തിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് മധുരം കുറവ് മതി എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ബാക്കി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് യൂസ് ചെയ്യണമെന്നില്ല, 90 ഗ്രാമിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ മാറ്റിയിട്ട് ബാക്കി യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ മുട്ടയുടെ വെള്ളം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ യോക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റോളം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പാലിൻ്റെയും ഓയിലിൻ്റെയും കൂടി മിക്സും കൂടി ചേർത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഉപ്പിടാനായിട്ട് മറന്നുപോയി. അപ്പോൾ ഒരു നുള്ളുപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായിട്ട് ചേർത്തിട്ട് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. സ്പീഡ് കൂട്ടി ഫോൾഡ് ചെയ്തെടുത്താൽ നമ്മൾ പതപ്പിച്ച മുട്ടയുടെ പതയൊക്കെ അടഞ്ഞിട്ട് കേക്ക് കട്ടിയായിട്ട് പോവും. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട്, ഞാനിപ്പോൾ ഓവനില്ലാതെ ആണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി. എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു റിങ് വെച്ച് കൊടുത്തതിന് ശേഷം ബാറ്റർ നമുക്കിതിലേക്ക് വെച്ചിട്ട് അടച്ചിട്ട് ഒരു 35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഗ്യാസിൻ്റെ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു 35 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് നന്നായിട്ട് സൈഡൊക്കെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയാൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഈ കേക്കൊന്ന് ചൂടാറി വരുന്ന സമയം കൊണ്ട് നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഈ കേക്ക് ഐസിങ് ചെയ്തെടുക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാനായിട്ട് 150 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, 100 ഗ്രാം മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 125 ml വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് 2 മിനിറ്റ് ഒന്ന് അനക്കാതെ വെച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് വന്നോളും. കട്ടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡബിൾ ബോയിൽ മെത്തേഡിൽ കൂടി മെൽറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 മണിക്കൂർ റൂമിൽ തന്നെ വെച്ചിരിക്കണം. അപ്പോൾ കറക്റ്റ് കട്ടയായിട്ട് വരും. ഫ്രിഡ്ജിൽ വെച്ചാൽ കട്ടി കൂടുതലായിട്ട് പോകും. അപ്പോൾ നമുക്കിത് ഐസിങ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് റൂമിൽ തന്നെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ചൂടാറിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ 2 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3 ലെയറായിട്ട് വരെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. വളരെ സോഫ്റ്റും സ്പോഞ്ചിയും ശരിക്കും മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന കേക്ക് പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണിത്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഗനാഷും അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ കേക്കിലേക്ക് വിപ്പിംഗ് ക്രീം വേറെ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെയാണ് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ലെയറിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കാം. അപ്പോൾ സാധാരണ മൈദ വെച്ചിട്ടുണ്ടാക്കുന്ന കേക്കിനേക്കാളും കുറച്ചും കൂടി ഷുഗർ സിറപ്പ് കൂടുതലായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ.
ഈ കേക്ക് നമ്മൾ സാധാരണ കേക്ക് പുറത്ത് വെക്കുന്നത് പോലെ അധികം നേരം വെക്കരുത്. കാരണം നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയത് കൊണ്ട് കുറച്ച് ഹാർഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ കേക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് കേക്ക് നന്നായിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമ്മൾ ഐസിങ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോക്ലേറ്റ് അധികം കട്ടിയായിട്ട് പോകരുത്. അധികം കട്ടിയായി പോയി കഴിഞ്ഞാൽ നമുക്ക് സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അങ്ങനെ കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കേക്കിൻ്റെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കല്ലേ. താങ്ക്